കൊരിന്ത്യർ 9-24 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, പക്ഷേ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഒരു ഓട്ടക്കളം എന്ന് പറഞ്ഞാൽ അതൊരു മത്സരമാണ്. പല വ്യക്തികൾ, പല ആളുകൾ ഒരുമിച്ച് നിന്ന് ഓടുകയാണ്. എല്ലാവർക്കും ഓരോ ട്രാക്കുണ്ട്, അവരവരുടേതായ ട്രാക്ക്. സ്വന്തം ട്രാക്കിലൂടെയാണ് എല്ലാവരും ഓടേണ്ടത്. എന്നാൽ അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇതിൽ ജയിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കും. ഒന്നാമതായി ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നത് ഒരു വ്യക്തിയായിരിക്കും. ഓടുന്നവർ എല്ലാവരും ഓടുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും മത്സരാർത്ഥികളാണ്, എല്ലാവരും മത്സരിക്കാൻ വന്നവരാണ്, എല്ലാവർക്കും ഒന്നാമത് എത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരു വ്യക്തിയാണ് ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നുള്ളൂ. അതെ, ആരാണോ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്, ആരാണോ ഏറ്റവും നന്നായി ഓടുന്നത്, ആരാണോ ഏറ്റവും മുൻപിലായി ഓടുന്നത്, ആ ഒരാൾ മാത്രമാണ് ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, പക്ഷേ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപിൽ ഒരു ബിരുദ വെച്ചിട്ടുണ്ട്, നമുക്ക് മുൻപിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, നമുക്ക് മുൻപിൽ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, നമുക്ക് വേണ്ടി ഒരു പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, അതെ, ഒരു ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് മുൻപിലുണ്ട്. അവിടെ ഒന്നാമതായി എത്തുവാൻ തക്കവണ്ണമാണ് നാം ഓടേണ്ടത്. നമ്മുടെ കൂടെ ഓടിയവർ ആരെല്ലാം ഉണ്ടെങ്കിലും, നമ്മുടെ ഇടതും വലതുമായി, നമ്മുടെ അരികിലായി എത്ര പേർ നിരന്നു ഓടിയാലും അവർ ബിരുദ പ്രാപിക്കുന്നുണ്ടോ എന്ന് ഒരു ഓട്ടക്കാരനും നോക്കാറില്ല. ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഫിനിഷിംഗ് പോയിന്റ് മാത്രമായിരിക്കും. ഫിനിഷിങ്ങിൽ എത്തുക, അവസാനത്തോളം ഓടുക. ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിയാൽ ഒരിക്കലും അവസാനത്തെ ആ സമ്മാനത്തിലേക്ക്, ആ ഒരു പ്രതിഫലത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും ഓടുന്നവന്റെ ശ്രദ്ധ മുഴുവനും മുൻപിലേക്ക് മാത്രമായിരിക്കും. തനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ആ ഓട്ടം, തനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ആ ഫിനിഷിംഗ് പോയിന്റ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജെമീമ റോഡ്രിഗസ് എന്ന ക്രിക്കറ്റർ. അതെ, ആ ക്രിക്കറ്റ് താരം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ICC വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്കും ഫൈനലിൽ ഫിനിഷിങ്ങിലേക്കും എത്തിച്ച ആ ഒരു അഭിമാന താരമായി മാറിയ ഒരു ക്രിസ്തീയ വിശ്വാസിയായ പെൺകുട്ടി ജെമീമ റോഡ്രിഗസ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര്, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു പേരായി അവളുടെ പേര് മാറിക്കഴിഞ്ഞു. എന്നാൽ ആ പെൺകുട്ടി തൻ്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ഞാൻ വളരെ ക്ഷീണിക്കുവാൻ തുടങ്ങിയിരുന്നു, ഇതിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് അവളെ ബലപ്പെടുത്തിയതെന്ന്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതെ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. സ്റ്റാൻഡ് സ്റ്റിൽ, ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. അതെ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത് കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് ലോകമെങ്ങും അറിയപ്പെട്ടത്. ഫിനിഷിംഗ് പോയിന്റിൽ വളരെയധികം റൺസ് എടുക്കുകയും വളരെ ഇന്ത്യയെ ആ വേൾഡ് കപ്പ് നേടുവാൻ തക്കവണ്ണം ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് അവളുടെ പേരെന്ന് ലോകം അറിയുന്നത്. ആ ഒരു കളിയിൽ ഇന്ത്യ തോറ്റുപോയിരുന്നുവെങ്കിൽ ഒരിക്കലും ആരുടെയും പേര് പുറത്തു വരികയില്ലായിരുന്നു.
എന്നാൽ ജയിക്കുവാൻ തക്കവണ്ണം പ്രയത്നിച്ചതുകൊണ്ടാണ് അവരുടെ പേര് പുറത്തു വന്നത്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ വിശ്വാസത്തിന്റെ ഒരു ഓട്ടമുണ്ട്, ഒരു പോർക്കളമുണ്ട്. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ നാം ജയിക്കുവാൻ തക്കവണ്ണം പോരാടിക്കൊണ്ട് മുന്നോട്ട് ഓടുമ്പോഴാണ്, മുന്നോട്ട് ഓടി ഫിനിഷിംഗ് വരെ, അന്ത്യശ്വാസം വരെ, അവസാന നിമിഷം വരെ ജയിച്ച് മുന്നേറുന്നവരുടെ പേരാണ് സ്വർഗനാട്ടിൽ പേർ വിളിക്കുമ്പോൾ കാണുന്നത്. ഹല്ലേലൂയ. ആ സ്മരണയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകാതെ, സ്മരണയുടെ പുസ്തകത്തിൽ നാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്തതായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചത് വായിച്ചുകൊണ്ട് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകം തുറന്ന് നമ്മുടെ പേര് വിളിക്കുന്നത് നാം ഇവിടെ ഫിനിഷ് ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. നാമും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, ചുറ്റുപാട് നമ്മോട് കൂടെയുള്ള വിശ്വാസികളും എല്ലാവരും ഓടുകയാണ്. എന്നാൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവൻ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം ഈ ഓട്ടം വിശ്വസ്തയോടെ ഓടിയാൽ നമുക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ട്. നമ്മെ ഈ ലോകമല്ല, സ്വർഗീയ ലോകം ആദരിക്കുന്നതായ ഒരു ദിവസമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാലാഖമാരും വിശുദ്ധ ഗണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായ സദസ്സിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുന്ന, നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ തലയിൽ അതെ ആ പൊന്മുടി ചൂടിക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ഈ ഭൂമിയിലെ എന്തിനെങ്കിലും വേണ്ടി ഓടുന്നവരല്ല, ഈ ഭൂമിയിലെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരല്ല. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ പ്രതിഫലം നേടുവാൻ നാമും അതെ വിട്ടു പിന്മാറാതെ, പിന്നോട്ട് നോക്കാതെ, മുൻപിലെ ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നോട്ട് ഓടുക. ആ മുന്നോട്ട് ഓടി അവസാനത്തോളം ജയകരമായ ഓട്ടം പൂർത്തിയാക്കുക. ക്രിസ്തു എന്ന നാഥനെ നോക്കി, ക്രിസ്തുവിൻ എന്ന ലക്ഷ്യസ്ഥാനത്ത് നോക്കി, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ കിരീടത്തിന് വേണ്ടി നാം മുന്നോട്ട് ഓടുക. കർത്താവ് നമ്മെ വിളിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധിയെ തികച്ചുകൊണ്ട്, കർത്താവിന്റെ സ്തുതിയെ തികച്ചുകൊണ്ട്, കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചതായ ഈ സുവിശേഷ വേലയെ പൂർത്തിയാക്കിക്കൊണ്ട് അന്ത്യത്തോളം ക്രിസ്തുവിന്റെ പോർക്കളത്തിൽ നമുക്ക് പോരാടാം. കർത്താവിന്റെ നല്ല പടയാളികളായി നല്ല യുദ്ധസേവ ചെയ്യാം. ഹല്ലേലൂയ. ഈ ഓട്ടക്കളത്തിൽ മുൻപിലുള്ളതായ ലാക്കിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മുൻപിലുള്ള ലക്ഷ്യം മാത്രം നോക്കി നമുക്ക് മുന്നോട്ടോടാം, ബിരുദ് പ്രാപിക്കാം. ദൈവം അതിന് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.